നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പാലൂരിന്റെ പകലിരവുകളെ ഭക്തിസാന്ദ്രമാക്കുന്ന പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി പുറപ്പാടിന് ജനുവരി 15 ബുധനാഴ്ച തുടക്കമാകും. തട്ടകത്തമ്മയെ വണങ്ങി ആറ്റുപുറത്തുമനയിൽ കാവടി പൂജ നടത്തിയ ശേഷമാണ് ദേശാന്തരങ്ങളിൽ പാലൂരപ്പന്റെ അനുഗ്രഹവുമായി കാവടി പ്രയാണം നടത്തുക. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളാൽ കേളികേട്ട പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഫെബ്രുവരി 4-നാണ് തുടക്കമിടുന്നത്. ഇതിന്റെ മുന്നോടിയായുള്ള കാവടി പുറപ്പാടിന് ജനുവരി 15 ബുധനാഴ്ച തുടക്കമാകും. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാകമ്പടിയോടെ പുറപ്പെടുന്ന കാവടി സംഘം തട്ടകത്തമ്മയായ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെത്തി തൊഴുതുവണങ്ങി ആറ്റുപുറത്തു മനയിലെത്തി കാവടി പൂജ കഴിഞ്ഞ ശേഷമാണ് ദേശാന്തരങ്ങളിൽ പാലൂരപ്പന്റെ അനുഗ്രഹവുമായി ചെല്ലുക. 10 ദേശങ്ങളിൽ പാലൂരപ്പന്റെ പാൽക്കാവടി എത്തുമെന്ന് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പറയുന്നു. മുരുകന്റെ ഉത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് 10 ദേശങ്ങളിലും കാവടിക്കൂട്ടങ്ങൾ വാദ്യമേളത്തോടുകൂടി എല്ലാ ഗ്രഹങ്ങളും സന്ദർശിച്ചും ഈ 10 ദേശത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശനം കഴിച്ച് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 15-ാം തീയതി ബുധനാഴ്ച. കാലത്ത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി മുരുകൻ്റെ വിശേഷ അഭിഷേകം അലങ്കാര പൂജയോടുകൂടി കാവടിക്കൂട്ടങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെ പുറപ്പെട്ട് തട്ടകത്തമ്മയായ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് പാലൂർ ആറ്റുപുറത്ത് മനയ്ക്കൽ ഈ കാവടികൾ പ്രത്യേകിച്ച് പൂജ നടത്തി ഈ ദേശാടനത്തിൽ ഇറങ്ങുന്ന ഒരു ചടങ്ങാണ് പാലൂർ തൈപ്പൂയ രഥോത്സവത്തിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങ്. ഫെബ്രുവരി 4-ന് ആരംഭിച്ച് 11-ാം തീയതി മഹാരഥോത്സവത്തോടെ പരിസമാപ്തി കുറിക്കുന്ന പാലൂർ തൈപ്പൂയ രഥോത്സവത്തിന് വിപുലമായ പരിപാടികളാണ് ഇത്തവണയും സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭാരതം നാടകം, പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള തുടങ്ങി നിരവധി സാംസ്കാരിക പരിപാടികൾക്ക് പാലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വേദിയാകുമെന്ന് പാലൂർ ദേവദാസ് പണിക്കർ പറയുന്നു. പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗാനമേളയുണ്ട്, മെഗാ ഗാനമേളയാണ്. 9-ാം തീയതി സംസ്കാര സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ മന്ത്രിമാരും വിശിഷ്ടാധികാരികളും സാഹിത്യകാരന്മാരും സിനിമാ ഫീൽഡ് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ 11-ാം തീയതിയാണ് ഇപ്പോൾ തൈപ്പൂയ ഉത്സവം. അന്ന് ഗംഭീര പരിപാടി പഞ്ചവാദ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാമായിട്ട് കണ്ട് വൈകുന്നേരം രാത്രി തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ഒരു നാടകം വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭാരതം ബാലെ വെച്ചിട്ടുണ്ട്. പാലൂരിൽ മഹാരഥോത്സവത്തോടനുബന്ധിച്ച് മാത്രം നടക്കുന്ന വിശേഷാൽ വഴിപാടാണ് ഒരു കുടം പാലും പഴവും. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി നടത്തുന്ന ഈ വഴിപാട് വർഷത്തിലൊരിക്കൽ മഹാരഥോത്സവ നാളിൽ മാത്രമാണ് നടത്തുന്നത്. ഭക്തർ വ്രതമെടുത്ത് പാൽക്കുടം ശിരസിലേന്തി പ്രദക്ഷിണം വെച്ച് പാലൂരപ്പന് സമർപ്പിച്ച് തൊഴുതു വണങ്ങുന്നതാണ് വഴിപാടെന്ന് പാലൂർ കാർത്തികേയ പണിക്കർ പറഞ്ഞു. പാലിനു വേണ്ടി പാലൂരിലും പഴത്തിനു വേണ്ടി പഴയിലും കുടികൊള്ളുന്ന ശ്രീമുരുകൻ എന്ന സങ്കല്പം ഒരു വിശേഷ വഴിപാടായിട്ട് വർഷത്തിൽ ഒരു ദിനം മാത്രം, തൈപ്പൂയ ദിവസം മാത്രം ചെയ്തു വരുന്ന വിശേഷ വഴിപാടാണ് ഒരു കുടം പാലും പഴവും എന്നുള്ള വിശേഷ ഒരു പ്രധാന വഴിപാട്. ആ വഴിപാട് ആഗ്രഹസാധ്യത്തിനായിട്ടും അവരുടെ അഭിഷിഷ്ട ആരോഗ്യം മറ്റുള്ള അഭിഷിഷ്ട കാര്യത്തിനായിട്ടും പ്രത്യേകം നടത്തി വരുന്ന ഒരു വഴിപാടാണത്. വളരെ ഫലസിദ്ധിയുള്ള ഒരു വഴിപാടാണ്. മുരുകൻ വളരെ ഇഷ്ടപ്പെട്ടൊരു വഴിപാടും കൂടിയാണത്. കാവടി പുറപ്പാട് ദിവസം വൈകിട്ട് ഓട്ടൻതുള്ളൽ, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികളും ക്ഷേത്രം ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഏകദേശം 1 മാസക്കാലത്തോളം പാലൂരിൽ ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിച്ചാണ് പാലൂർ തൈപ്പൂയ രഥോത്സവം കൊണ്ടാടുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.